സൈനിക ബജറ്റ് പ്രഖ്യാപിച്ച് ചൈന. 2024-ൽ അനുവദിച്ചതിനേക്കാൾ 7.2% കൂടുതലാണ് 2025-ൽ അനുവദിച്ച തുക. ഇതോടെ അമേരിക്കയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക തുക ചെലവാക്കുന്ന രാജ്യമായി ചൈന മാറി. ചൈനയുടെ നീക്കം ഇന്ത്യയുടെ അതിർത്തികൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു. എല്ലാ വർഷവും ചൈനീസ് പാർലമെന്റിൽ ഒരു ബജറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് പ്രധാനമന്ത്രി ലീ കെക്യുയാങ് ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇതിൽ $249 ബില്യൺ, അതായത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 2.17 ലക്ഷം കോടി രൂപയാണ് ഈ വർഷം സൈന്യത്തിനായി ചൈന നീക്കിവച്ചിരിക്കുന്നതെന്നാണ് ബജറ്റിൽ പറയുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളുമായി താരതമ്യപ്പെടുത്തിയാൽ ഇത് കുറവാണ്. എന്നാൽ ഇത് മുൻ വർഷത്തേക്കാൾ 7.2% കൂടുതലാണ്. ഇന്ത്യ സൈന്യത്തിനായി $81 ബില്യൺ അനുവദിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ചൈന അനുവദിച്ച തുക ഇന്ത്യയെക്കാളും 3 മടങ്ങ് കൂടുതലാണ്. അതായത് ചൈനീസ് സൈനിക ബജറ്റ് 2.17 ലക്ഷം കോടിയും ഇന്ത്യൻ സൈനിക ബജറ്റ് 70,000 കോടിയുടെ വ്യത്യാസമാണ് കാണുന്നത്. ഇന്ത്യയേക്കാൾ 3 ഇരട്ടി കൂടുതലാണ് ചൈന അനുവദിച്ചത്. ചൈനയുടെ സൈനിക ബജറ്റ് ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ കയ്യേറ്റം, ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടൽ തുടങ്ങിയ സംഭവങ്ങളിൽ ഇന്ത്യയും ചൈനയും ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൈന തങ്ങളുടെ സൈന്യത്തിന് വൻതോതിൽ ഫണ്ട് അനുവദിച്ചത് ഇന്ത്യക്ക് അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈന തങ്ങളുടെ സൈന്യത്തിനായി ഇത്രയധികം തുക ചെലവഴിക്കുന്നതിനൊരു കാരണമുണ്ട്. അതിനുള്ള ആദ്യത്തെ കാരണം തായ്വാനാണ്. തായ്വാൻ ചൈനയുടെ ഭാഗമാണ്. രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത് അങ്ങനെയാണ്. ഒരു മാസം മുമ്പ് വരെ അമേരിക്ക പോലും ഇത് അംഗീകരിച്ചതാണ്. എന്നിരുന്നാലും ചില ചൈന വിരുദ്ധ ഗ്രൂപ്പുകൾ തായ്വാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പുകൾക്ക് അമേരിക്ക ധനസഹായം നൽകുന്നത് തുടരുന്നുമുണ്ട്. ഒരു ഘട്ടത്തിൽ അമേരിക്ക തങ്ങളുടെ വിദേശനയ നിലപാട് മാറ്റുകയും തായ്വാൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ചൈനയെ പ്രകോപിപ്പിക്കാനും തായ്വാനെ തിരിച്ചുപിടിക്കാനുമാണ് അമേരിക്കയുടെ സൈനിക ശക്തി ഉപയോഗിക്കാൻ തായ്വാൻ തീരുമാനിച്ചത്. മാത്രമല്ല, അമേരിക്കൻ കപ്പലുകൾക്ക് തായ്വാനും ചൈനയും തമ്മിലുള്ള സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചതും സംഘർഷത്തിന് കാരണമായി. സംഘർഷങ്ങളെ നേരിടാൻ ചൈന തങ്ങളുടെ സൈന്യത്തെ ശക്തിപ്പെടുത്തുകയാണ്. തായ്വാൻ ദ്വീപിനടുത്തുള്ള പ്രദേശത്ത് ബോംബുകൾ വർഷിച്ചുകൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് അവർ സൈനികാഭ്യാസവും നടത്തുന്നു. തങ്ങളുടെ അനുവാദമില്ലാതെ US ഉദ്യോഗസ്ഥർ തായ്വാനിൽ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ചൈന അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ഇസ്രായേലിനെ പലസ്തീനുമായി സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിലും യുക്രൈനെ റഷ്യയുമായി പോരാട്ടത്തിലേക്ക് തള്ളിവിടുന്നതിലുമുള്ള തിരക്കിലായിരുന്ന അമേരിക്ക ഈ 2 യുദ്ധങ്ങളും അവസാനിക്കാനിരിക്കെ നിലവിൽ തായ്വാനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് മാത്രം ചൈന സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാനാവില്ല. അത് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിയാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്.